ഇവോക്കയുടെ വൻ ഉഡായിപ്പുകൾ. ഓൺലൈൻ എഡ്യൂക്കേഷന്റെയും വർക്ക് ഫ്രം ഹോമിന്റെയും മറവിൽ സംസ്ഥാനത്ത് ഇവോക്ക എഡ്യൂടെക് നടത്തിയത് കോടികളുടെ തട്ടിപ്പ്. ഉന്നത ജോലികൾക്കായി ട്രെയിനിങ് നൽകുന്ന കമ്പനിയായി വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ച് പിന്നീട് പാർട്ട്ണർഷിപ്പ് വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിച്ചാണ് പണം തട്ടിയത്. മലപ്പുറം സ്വദേശി രമിത്തിനെ ചിങ്ങവനം പോലീസ് അറസ്റ്റ് ചെയ്തു. പണം തിരികെ ചോദിച്ചവർക്കെതിരെ വധഭീഷണി മുഴക്കുന്ന ശബ്ദ സന്ദേശം 24 ലഭിച്ചു. രമിത്തിന്റെ ഭാര്യ ചിഞ്ചുവിന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത്. 24 ബിഗ് ബ്രേക്കിംഗ്. ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമുകൾ വളർച്ച പ്രാപിക്കുന്ന കാലമാണ്. ഈ മേഖലയുടെ സാധ്യത തിരിച്ചറിഞ്ഞ് ചില തട്ടിപ്പ് സംഘങ്ങൾ അരങ്ങുവാഴുകയാണ്. കേരളത്തിൽ നിന്നും ഇവോക എഡ്യൂടെക് എന്ന കമ്പനി തട്ടിയത് കോടികളാണ്. ഒരു വർഷമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് എല്ലാവരെയും ധരിപ്പിച്ചു. വർക്ക് ഫ്രം ഹോമായി ജോലി ചെയ്തവരെയും ഇടനിലക്കാരായി നിന്നവരെയും വൻ തുകകൾ നിക്ഷേപമായി വാങ്ങി പറ്റിച്ചു. ഇതിന്റെ അകത്തൊരു 1 മന്തെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ പക്ക ഇത് ഫ്രോഡാന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. പക്ഷെ നമ്മൾ ഗൂഗിൾ മാപ്പും കാര്യങ്ങളും എടുത്ത് നോക്കി കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു കമ്പനി അവിടെ ഇല്ല. റോഡിന്റെ നടുക്കാണ് ഇതിന്റെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് കാണിക്കും. ഇത് ക്വസ്റ്റ്യൻ ചെയ്ത കുറച്ച് പേരെ ഷൗട്ട് ചെയ്തിട്ട് അവരെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്ത് അവർക്കെതിരെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുത്തി. കിട്ട പൈസയും അതിന്റെ കൂടെ എക്സ്ട്രാ നമുക്കൊരു പേയ്മെന്റ് പേ ഔട്ട് ആയിട്ട് തരുന്നവർ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഇടാൻ തുടങ്ങി. കാരണം ഞങ്ങൾ വിശ്വസിച്ച് പോയി. കാരണം കോളേജിലേക്ക് വന്ന ഒരു ടീമാണല്ലോ. അപ്പൊ ഞങ്ങൾ അത് വിശ്വസിച്ച് ഞങ്ങൾ ഫസ്റ്റ് ഒരു ബൾക്ക് ഇട്ട് അതിനവര് പേ ഔട്ട് ആയിട്ട് തരുന്നു പറഞ്ഞ് അങ്ങനെ കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് ഞാനും ഇട്ടത്. മലപ്പുറം സ്വദേശി രമിത്ത് ചിങ്ങവനം പോലീസിന്റെ പിടിയിലായി. പണം തിരികെ ചോദിച്ചവർക്കെതിരെ രമിത്തിന്റെ ഭാര്യ ചിഞ്ചു ഭീഷണി മുഴക്കുന്ന ശബ്ദ സന്ദേശം 24 ലഭിച്ചു. ഏത് വഴിക്ക് അവർക്ക് പണി വരാന്നറിയില്ല, പക്ഷെ ഞാൻ കൊടുക്കും. കാരണം അത് അവര് അറിയില്ല, ഒരിക്കലും അറിയില്ല എങ്ങനെയാ അവർക്ക് അത് കിട്ടിയെന്ന്. പിന്നെ അവരുടെ ജീവിതത്തിൽ അവർക്കൊരു സന്തോഷം ഉണ്ടാവില്ല. ഇപ്പൊ രമിത്തിനൊക്കെ 36 വയസ്സുണ്ട് അല്ലേ? ഒരു കമ്പനി നടത്താണ്. അപ്പൊ അവർക്ക് അതിന്റേതായ കോണ്ടാക്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നാളെ ആ കൊച്ചിന്റെ കയ്യും കാലം ഒടിഞ്ഞായിട്ടുണ്ടെങ്കിൽ അത് ഒരു മനുഷ്യൻ പോലും അറിയില്ല എന്താ അവിടെ സംഭവിച്ചതെന്ന്. ചെയ്യൂല ആൾക്കാര്. കറക്റ്റാണ്. ഒരാള് ഒരു പട്ടിക്കുഞ്ഞ് പോലും ചോദിക്കാനുണ്ടാവില്ല. തട്ടിപ്പിലൂടെ ലഭിച്ച പണം കൊച്ചിയിൽ ആഡംബര ഫ്ളാറ്റ് വാങ്ങാനും വിദേശയാത്രകൾക്കും ഉപയോഗിച്ചുവെന്ന് ആരോപണം. രമിത്തിന്റെയും കുടുംബത്തിന്റെയും വിദേശയാത്രകളുടെ തെളിവ് 24 ലഭിച്ചു. ചിങ്ങവനം സ്വദേശിക്ക് നഷ്ടമായത് ഏകദേശം 20 ലക്ഷം രൂപ. മലപ്പുറം, ഇലന്തൂർ, കഴക്കൂട്ടം, ചിങ്ങവനം എന്നീ സ്റ്റേഷനുകളിൽ നിലവിൽ പരാതികൾ ലഭിച്ചിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് ആസൂത്രണം ചെയ്തത്. ഇവോക എഡ്യൂടെക്കിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കൂടുതൽ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ്. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ഒരു തട്ടിക്കൂട്ട് പ്ലാറ്റ്ഫോം ഉണ്ട് എങ്കിൽ ആർക്കും എന്തും ചെയ്യാമെന്ന സ്ഥിതി മാറണം. സർക്കാരിന്റെ ശ്രദ്ധ അതീവ ഗൗരവകരമായി തന്നെ ഈ വിഷയത്തിൽ പതിയേണ്ടതുണ്ട്. ക്യാമറാമാൻ അനൂപ് എസ് നായർക്കൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി.